ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു ബെല്ലൈക്കൺ കൂടി വരും. അതും കൂടി എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇനി റെസിപ്പിയിലേക്ക് പോവാം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കലത്തപ്പമാണ്. അതൊരു സോസ് പാനിലാണ് ചെയ്യുന്നത്. അത് രണ്ട് രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു വലിയ സോസ് പാനിലായിട്ടും ചെയ്യുന്നുണ്ട്, ചെറിയ സോസ് പാനിലായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് കൊണ്ട് വലിയൊരു സോസ് പാനിൽ ഒരൊറ്റ കലത്തപ്പത്തിനേ ഉണ്ടാവുകയുള്ളൂ. ചെറിയ സോസ് പാനിലാണെങ്കിൽ 2 കലത്തപ്പത്തിനും ഉണ്ടാവും. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2.5 കപ്പ് അരിയാണ്. അപ്പോൾ സാധാരണ ഒരു റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജീരകശാല റൈസോ ബസ്മതി റൈസോ ഏത് റൈസ് വേണമെങ്കിലും ഏത് പച്ചരി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാം. ഇത് ലോക്കൽ പച്ചരിയാണ്, എന്നാലും ഇത് നല്ല പെർഫെക്റ്റായിട്ട് കലത്തപ്പം എനിക്ക് കിട്ടാറുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചോറാണ്. ഒരു 1/2 കപ്പ് ചോറ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ചോറിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം. 2.5 കപ്പ് അരിയിലേക്ക് ഒരു 1/2 കപ്പ് ചോറ് മതിയാവും. പിന്നെ അതിൻ്റെ കൂടെ 2.5 കപ്പ് അരിയിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ. ചോറ് പ്രത്യേകം ശ്രദ്ധിക്കുക. 1/2 കപ്പ് എന്തായാലും മതിയാവും കേട്ടോ. അതിൽ കൂടുതലായിട്ട് എടുക്കരുത്. എന്താ വെച്ചാൽ അപ്പോൾ കലത്തപ്പം ഒരു പശപ്പശപ്പ് വരും ചോറ് കൂടി കഴിഞ്ഞാൽ. തേങ്ങ ചോറിലേറെ കുറച്ച് കൂടുതലായിട്ട് എടുക്കുക. ഒരു 1/4 കപ്പ് എടുക്കുക. തേങ്ങ ചിരവിയതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ഏലക്കായ. ഏലക്കായുടെ കുരു മാത്രം മതി, തൊലി വേണ്ട. പിന്നെ വേണ്ടത് ജീരകമാണ്. ഒരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് മിക്സിയുടെ വലിയ ജാർ തന്നെ എടുക്കാം. ഇത് 2 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് അരക്കേണ്ടി വരും. ആദ്യം നമുക്കിതിൽ എല്ലാത്തിനും പകുതി ഇട്ടിട്ട് അരച്ചെടുക്കാം. പിന്നെ ബാക്കിയുള്ളതും കൂടി അരച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് മിക്സാക്കിയാൽ മതി. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഒരിക്കലും വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കലത്തപ്പം ശരിയാവില്ല. ഒക്കെ അതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ വരണം, എന്നാലേ നമുക്ക് പെർഫെക്റ്റ് കലത്തപ്പം കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചോറും തേങ്ങ ചിരവിയതും ജീരകവും ഏലക്കായുടെ കുരുവും ഒക്കെ ഇടാം. കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് മിക്സിയുടെ ഒരു 1/4 ഭാഗമായിട്ട് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ മിക്സിയുടെ ജാറൊന്ന് കുലുക്കിയിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പാടില്ല. ആ രീതിയിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഇനി വേണമെങ്കിൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ അരക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് 90% അരയണം. നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞില്ലെങ്കിൽ 90% അരയണം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവുകൾ അരച്ചെടുക്കേണ്ടത്. ഈ ഒരു തിക്നെസ് വേണം. കാരണം നമുക്ക് ഇതിലേക്ക് ഇനി ശർക്കരപ്പാനി ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് പരുവത്തിലായി വരും. നമുക്കിതിലേക്ക് ചൂടോട് കൂടി തന്നെ ശർക്കരപ്പാനി ഒഴിക്കണം. അതിന് വേണ്ട ശർക്കരപ്പാനി നമുക്ക് തയ്യാറാക്കാം. ഒരു 350 ഗ്രാം ശർക്കരയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ 350 ഗ്രാം ശർക്കര നമുക്ക് എങ്ങനെയാണ് ഉരുക്കുന്നതെന്ന് നോക്കാം. ഇതിലേറെ മാവ് തിക്കാവാൻ പാടില്ല. ഈ ഒരു പരുവത്തിൽ തന്നെ വേണം. ഇനി നമുക്ക് 350 ഗ്രാം ശർക്കരപ്പാനി ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു സ്റ്റെയിനറിലേക്ക് അരിച്ചെടുക്കാം. ശർക്കര എപ്പോഴും അരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ അരിച്ചിട്ട് നമുക്ക് ഈ മാവിലേക്ക് ഒഴിക്കണം. ചൂടോട് കൂടി തന്നെ മാവിലേക്ക് ഒഴിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടാറി കഴിഞ്ഞിട്ട് ഒഴിക്കാൻ പാടില്ല, എന്നാലേ നമ്മളെ കലത്തപ്പം ശരിയാവുകയുള്ളൂ. ഇനി നമ്മളെ മാവ് വെച്ചിട്ട് ഇതിലേക്ക് ഈ ശർക്കരപ്പാനി ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരളവിലേക്ക് 350 ഗ്രാം ശർക്കര കറക്റ്റ് അളവായിരിക്കും. നല്ല പാകം മധുരവുമായിരിക്കും. ഓവറായിട്ട് മധുരം വേണ്ടവരുണ്ടെങ്കിൽ ഒരു 400 ഗ്രാം ശർക്കര ചേർക്കുക. നമ്മൾ ആണിവെല്ലമാണെങ്കിൽ ഒരു 7 എടുത്താൽ മതിയാവും. കറക്റ്റ് 350 ഗ്രാം ആയിരിക്കും. ഇത് നന്നായിട്ട് ഈ ചൂടോട് കൂടി തന്നെ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ശർക്കരപ്പാനി ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്.
നന്നായി ഇളക്കി യോജിപ്പിച്ച് എല്ലാ ഭാഗത്തേക്കും ശർക്കരപ്പാനി എത്തുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിക്കാം. ചൂടോട് കൂടി തന്നെ ഒഴിക്കുന്നത് കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ മാവിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ച് കിടക്കാൻ സാധ്യതയുണ്ട്. നല്ലൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള്, ഇനിയിപ്പോൾ കറുത്ത കരിഞ്ജീരകം ഉണ്ടെങ്കിലും അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനും ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനോട് കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെക്കാം. ഇനി ഞാൻ വലിയ സോസ് പാനിൽ ഉണ്ടാക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത്. ഈ ഒരു സോസ് പാനിലേക്ക് ഈ ഒരു മാവ് ഫുള്ളായിട്ട് വേണ്ടി വരും. ഇത് ഒരു കലത്തപ്പത്തിനുള്ള മാവേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ വലിയ സോസ് പാനിലാണെങ്കിൽ 1, ചെറിയ സോസ് പാനിലാണെങ്കിൽ 2 വീതം ഒഴിക്കാം. അപ്പോൾ പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ആദ്യം ഇതിൽ തേങ്ങാക്കൊത്തിട്ടൊന്ന് വറക്കണം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നല്ല നെയ്യ് ഒഴിക്കുന്നതാണ് തേങ്ങാക്കൊത്ത് വറുക്കുമ്പോൾ പ്രത്യേകം നല്ല ടേസ്റ്റ് കിട്ടുക. അതല്ല നിങ്ങളിനി വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണയും ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ ഞാൻ ആദ്യം നെയ്യ് ഒഴിച്ചിട്ടാണ് തേങ്ങാക്കൊത്ത് വറുക്കുന്നത്, പിന്നെ ബാക്കിയുള്ളതൊക്കെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇതാണ് തേങ്ങാക്കൊത്ത്, 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് പൂണ്ടെടുത്തതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തുള്ള കറുപ്പ് ഭാഗം ഒഴിവാക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഭംഗിയും ഉണ്ടാവും. ഇനിയിപ്പോൾ അത് ഒഴിവാക്കിയില്ല വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വിട്ടിട്ട് വറുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലാവുമ്പോൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5-6 മിനിറ്റ് എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ. തേങ്ങാക്കൊത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതുപോലെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഇനി ഇപ്പോൾ ഇത് ഏകദേശം പകുതി വറവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒരു 10-12 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മളെ കലത്തപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ചുവന്നുള്ളിയാണ്, അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുന്നത്. അപ്പോൾ ചുവന്നുള്ളി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 10-12 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറിനാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. ഇതിൽ നിന്ന് പകുതി ഭാഗം നമുക്ക് ആ മാവിലേക്ക് ഇട്ടിട്ട് യോജിപ്പിക്കണം. ബാക്കി പകുതി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയും ചെയ്യാം. അത് ഇതിൻ്റെ മാവ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ പകുതി ഭാഗം ഞാൻ മാവിലിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതാണ് മാവിലേക്ക്. ബാക്കി പകുതി ഒരു ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഇനി നമുക്ക് ആ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ട് മാത്രമേ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കലത്തപ്പം നന്നായി വരില്ല. പാൻ ചൂടില്ലാതെ ഒഴിച്ചാൽ കലത്തപ്പത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ ആര് പോലത്തെ ആ സാധനം വരില്ല, വേറൊരു രീതിയിലായി മാറും കലത്തപ്പം. അതുകൊണ്ട് നിങ്ങൾ മാവ് ഒഴിക്കുമ്പോൾ പാനിന് നല്ല ചൂടുണ്ടായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇത് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക നമുക്ക്. ഇപ്പം നന്നായി ചൂടായതിന് ശേഷം മാത്രം മാവ് ഒഴിക്കുക. പാൻ നന്നായി ചൂടായി വരുന്നുണ്ട്, ഒന്നും കൂടി ചൂടായിക്കോട്ടെ.
ചൂടാവാഞ്ഞാൽ കലത്തപ്പം ശരിയാവില്ല. അപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒഴിക്കാം. ഞാൻ മാവ് ഒഴിക്കുകയാണ്. ഇങ്ങനെ മാവ് ഒഴിക്കുക. ഇത് ഫുള്ളായിട്ട് മാവ് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്, എങ്കിലേ ഇത് കലത്തപ്പം ആവുള്ളൂ. ഇത് വലിയ പാനായ കാരണം. അപ്പോൾ 2.5 കപ്പ് അരി ഈ ഒരു പാനിൽ ഒരു കലത്തപ്പത്തിന് നല്ല പാകമായിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഈ തേങ്ങാക്കൊത്ത് ഉള്ളിയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടച്ച് വെക്കാം. ഇനി നമുക്ക് മുകളിലേക്കൊക്കെ നല്ല ചൂട്, ലിഡിൻ്റെ മുകളിലേക്കൊന്ന് തൊട്ട് നോക്കുക. എല്ലായിടത്തും ചൂട് വന്നെന്ന് തോന്നിയാൽ നമുക്ക് സിമ്മിലേക്ക് മാറ്റാം. ഏറ്റവും ചെറിയ തീയിലേക്ക്, ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. അത് ഏകദേശം ഒരു 1/2 മിനിറ്റ് 3/4 മിനിറ്റ് ടൈം എടുക്കും ഒന്നായിട്ട് ചൂടെത്തി കിട്ടാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിമ്മിലേക്ക് മാറ്റാം. സിമ്മിലേക്ക് വെച്ചതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ്, ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നോക്കാം വെറുതെ ജസ്റ്റ്. അതല്ല, ഏകദേശം ഒരു 15 മിനിറ്റ് ആവും. അത് വലിയ പാനായ കാരണം. ചെറിയ പാനാണെങ്കിൽ 10 മിനിറ്റിന് താഴെ മതിയാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടെന്ന് ഒന്ന് നോക്കുക. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. കലത്തപ്പം ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് പ്ലേറ്റിലേക്ക് മാറ്റി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ കലത്തപ്പം. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ ആരൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്ഷനിലായിട്ടുണ്ട്. ഇത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ രീതിയിൽ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്ക് ചെറിയ പാനിൽ എങ്ങനെ കലത്തപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആ മാവ് തന്നെ ഈ ഒരു പാനിൽ 2 കലത്തപ്പത്തിന് കറക്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ മാവ് പകുതിയായിട്ട് ഭാഗിക്കുക, എന്നിട്ട് 2 എണ്ണമായിട്ട് ഇതിൽ ഉണ്ടാക്കുക. ഇങ്ങനത്തെ പാനിൽ, ഇത്ര ചെറിയ പാനിൽ, അതായത് ഒരു 3 ലിറ്ററിൻ്റെ കുക്കറിൻ്റെ വലിപ്പമുള്ള പാന്. മറ്റേതൊരു 5 ലിറ്ററിലേറെ വലിപ്പമുള്ള കുക്കറിൻ്റെ പാനായിരുന്നു. 5 ലിറ്ററിൻ്റെ കുക്കറിലാണെങ്കിൽ നിങ്ങൾ 2 കപ്പ് അരി മതിയാവും. ഇത് 2.5 കപ്പ് എടുത്തത് ഈ പാൻ അതിലേറെ കുറച്ചും കൂടി വട്ടമുള്ളത് കൊണ്ടാണ്. 3 ലിറ്ററിൻ്റെ കുക്കറിലാണെങ്കിൽ 2 കലത്തപ്പത്തിനുണ്ടാവും. ഇത് അതേ വലിപ്പമുള്ള പാനിലാണ് ഞാൻ ഒഴിച്ചത്. ഇപ്പോൾ പാൻ നന്നായി ചൂടായി വന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് പാൻ നന്നായി ചൂടായി വന്നപ്പോൾ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ആദ്യം പറഞ്ഞ പോലെ തേങ്ങാക്കൊത്തും ഉള്ളിയും വറുത്തതിട്ടിട്ട് നമുക്ക് മൂടി വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് താഴെ എല്ലാ ഭാഗത്തേക്കും ചൂടെത്തുമ്പോൾ നമുക്ക് സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു 10 മിനിറ്റിൻ്റെ താഴെ, അതായത് ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുക. ഇപ്പോൾ ഒരു 9 മിനിറ്റായി. ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. കലത്തപ്പം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കറിലാണെങ്കിൽ തണുക്കാൻ അനുവദിക്കേണ്ട ടൈമൊക്കെ ഉള്ളൂ. സോസ് പാനിലായതുകൊണ്ട് നമുക്കിത് എടുക്കാനൊക്കെ വളരെ ഈസിയാണ്. അപ്പം തന്നെ എടുക്കാൻ കിട്ടും. ഇതുപോലെ നമുക്ക് തട്ടി കൊടുത്താൽ മതി. കൈയൊന്നും ചൂടാവുന്ന ഒരു പ്രശ്നവും വരുന്നില്ല. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാവരും സോസ് പാനിൽ ഉണ്ടാക്കി നോക്കുക. ഇതാണ് നമ്മളെ കലത്തപ്പം. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുക. നല്ല ഒരു ടേസ്റ്റുള്ള കലത്തപ്പം ആയിരിക്കും ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഇതും അതുപോലെ നല്ല പോലെ ആരെടുത്ത് വന്നിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി.